നമസ്കാരം. ഇപ്പോൾ തലയിൽ വെള്ളത്തുണി കൊണ്ട് ഇതുപോലെ കെട്ടിയിട്ടുള്ള, ഇത് ചുവന്ന തുണിയാണ്, വെള്ളത്തുണി കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു കാട്ടുകുരങ്ങിൻ്റെ രൂപം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ വല്ലാതെ കുരയ്ക്കുന്നുണ്ട്, വല്ലാതെ നിലവിളിക്കുന്നുണ്ട്, വല്ലാതെ മാറത്തടിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മാർത്തടി നിലവിളിയും ചെയ്യുന്ന ആളുകൾ പലരും പറയുന്നത് ഇത് അംഗീകരിക്കാൻ വയ്യ. ഈ പറയുന്ന ആശാരി സുന്ദരി ഉസ്താദ് അവൻ മഹാനാണ്, അള്ളാഹുവിൻ്റെ ഒപ്പമാണ് അവൻ്റെ നില എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഹിന്ദുവിനെ അവഹേളിക്കലായിരുന്നു അവൻ്റെ പരിപാടികൾ. എന്തിനേറെ കുമ്മനം രാജശേഖരൻ, ഒരാൾക്കും ദ്രോഹമില്ലാത്തൊരു മനുഷ്യനാണ് കുമ്മനം രാജശേഖരൻ. ഞങ്ങൾ ഈ കളിയാക്കും, എന്താ വേണ്ട, പഴയ പഴം എന്ന് പറഞ്ഞിട്ട്. പഴയ പഴം എന്ന് പറഞ്ഞാൽ ചീഞ്ഞ പഴം എന്നർത്ഥം. ഒന്നിനും തിന്നാനും കൊള്ളില്ല, കയ്യിൽ വെച്ചാൽ കളയും. അങ്ങനെ ഒന്നിരിക്കുമില്ല. പാവം പഴയ ഒരു ട്രങ്ക് പെട്ടിയും കൊണ്ട്, ട്രങ്ക് പെട്ടി എന്നല്ല പറയാം, പോസ്റ്റുകാരെന്ന് പറഞ്ഞ പോലെ പഴയ പെട്ടിയും കൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ പോയിട്ടുണ്ട്. അദ്ദേഹം അറിയാത്ത ഹിന്ദു നേതാക്കന്മാർ അല്ലെങ്കിൽ സന്യാസിമാരൊന്നുമില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്, അടിത്തറ പാകിയിട്ടുള്ളവനാണ്. പക്ഷെ അതിനകത്ത് ഒരു ചാരുതയുണ്ടായിരുന്നു, ഒരു ലാളിത്യമുണ്ടായിരുന്നു. ആ കുമ്മനം രാജശേഖരൻ അവരുകളെ നിങ്ങൾ കുരങ്ങൻ്റെ ചിത്രം പോലെ കാണിച്ച് അവഹേളിച്ചിട്ടില്ലേ? അന്ന് ഈ മദ്രസ പൊട്ടന്മാർ, മദ്രസ ക്ലാപ്പന്മാർ, ഈ മദ്രസ പേപ്പട്ടികൾ ആ ചിത്രം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുത്. എന്തൊരു ഷെയറിങ്ങാണ് നടത്തിയത്, ഷെയർ. അത് കണ്ട് അവർ ചിരിക്കുകയല്ലേ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് തലയിൽ കെട്ടുള്ളൊരു കുരങ്ങൻ്റെ ചിത്രം വന്നപ്പോൾ നിങ്ങൾ എന്തിനാണത് ഇന്നയാളുടെയെന്ന് പറയാൻ പോയത്? നിങ്ങളെന്തിനാണ് അത് ഇന്നയാളുടെയെന്ന് പറയാൻ പോയത്? എന്നിട്ട് രസം എന്താണെന്ന് വെച്ചാൽ, ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ ചിത്രം ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ചിത്രം എടുത്ത് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് മറ്റേ ഈ ചെയ്തത് തെറ്റാണെന്ന്. ഇപ്പം ആയിരക്കണക്കിന് ഇത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. ആരാ നോക്കുക? ഒക്കെയും ഈ ഇസ്ലാമിക പൊട്ടന്മാരാണ്, ഒക്കെ മദ്രസ പൊട്ടന്മാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കണ്ണടച്ചാലും ഈ മനസ്സിൽ ഈ രൂപമാണ് വരുന്നത്, ഈ കാട്ടുകുരങ്ങൻ്റെ രൂപമാണ് വരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കൽ ഈ നമ്മളുടെ ഡോക്ടർ ജിയുടെ ഫോട്ടോ, കേശവ് ബൽറാം ഹെഡ്ഗാവാറിൻ്റെ ഫോട്ടോ, അതെന്തെല്ലാം തരത്തിൽ ഇവർ ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വരെ, എല്ലും തോലുമായിട്ടുള്ള മഹാത്മാഗാന്ധി, അതൊക്കെയും കാണിച്ചിട്ടുണ്ട് ഇവർ. ഇത് ശങ്കരാചാര്യരെ കാണിച്ച ഫോട്ടോ എൻ്റെ കയ്യിലാണ്. ഇപ്പം എൻ്റെ കയ്യിലില്ല അത്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം എടുത്തിടാമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ വന്ന് മോഹൻ ഭാഗവതിൻ്റെ, അതുപോലെ തന്നെ നമ്മളുടെ ഗോൾവാൾക്കർ ഗുരുജിയുടെ, നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ, ഇവരെല്ലാവരെയും ഫോട്ടോ, യോഗിയുടെ ഫോട്ടോ, യോഗിയെ കുരങ്ങനായിട്ട് ചിത്രീകരിച്ച് എത്ര ഫോട്ടോ ഇവർ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ആഹ്ലാദിക്കുകയായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ച്. എന്തിനേറെ നമ്മുടെ KP ശശികല ടീച്ചർ, ആ ശശികല ടീച്ചറെ വായിക്കൂടെ രക്തമൊലിക്കുന്നത് കോമ്പല്ലായിട്ട് ഒക്കെ കാണിച്ചുള്ള ഫോട്ടോ ഇറക്കിയില്ലേ? ഇതെന്താ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു ട്രിക്കാണോ ഇത്? ഇവിടുത്തെ എന്താ ഹിന്ദുക്കൾക്കറിയില്ലേ? അവരത് ചെയ്യാറില്ല. അതിൽ ചെയ്യുന്നത് ശരിയല്ല. അന്യമതസ്ഥരുടെ മേലെ വിരൽ ചൂണ്ടുന്നത് ശരിയല്ല. അവർ പള്ളികൾ കാണുന്ന സമയത്തും അവർ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയും. ഞാനിവിടെ അബുദാബിയിൽ പോകുമ്പോൾ വലിയ മോസ്ക് ഉണ്ട്, അതിൻ്റെ മുമ്പിൽ കൂടേക്ക് കാറിൽ അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ എടുത്ത് കഴിഞ്ഞാൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഞാൻ പറയും. കാരണം അവിടെയുള്ള സങ്കല്പത്തിനും ദൈവീയ സങ്കല്പത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വായിക്കൂടെ അതാ വരിക, കൃഷ്ണ ഗുരുവായൂരപ്പ. അതിനെയും ആദരിക്കുന്നു. അതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ അന്തസ്സ്, അതാണ് തറവാടിത്തം, അതാണ് പെരുമയും മഹിമയും ഒരു മനുഷ്യൻ്റെ. അന്യോന്യം പരിഗണിക്കുക എന്നുള്ളതാണ്. ഇതില്ലാത്ത ശവങ്ങളാണ് ഈ പേപ്പട്ടികൾ. ഏതായാലും ഇവർ എല്ലാവരെയും കളിയാക്കിയിട്ട് പടങ്ങളിറക്കി. ഇതെല്ലാം ഞാൻ പറയാറുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ പന്നികൾ വന്ന് കാലുകൊണ്ട് തട്ടി ഉണർത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയാലോ? ഒറ്റക്കടി കഴിഞ്ഞു. അത് പന്നിയുടെ ഉടലും തലയും രണ്ടായി മാറും. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഹിന്ദുക്കളുടെ നേതാക്കന്മാരുടെ രൂപങ്ങൾ
അവിടെ ആചാര്യന്മാരുടെ രൂപങ്ങൾ കുരങ്ങൻ്റെ രൂപത്തിലും പന്നിയുടെ തല വെച്ച് കെട്ടിയും എല്ലാ രൂപത്തിലും ഇറക്കി ചെയ്ത് ഇപ്പോൾ ഒരു കാട്ടുകുരങ്ങൻ്റെ രൂപത്തിൽ തലയിൽ കെട്ടുമായിട്ട് ഒരുത്തൻ്റെ രൂപം വരച്ചു വെച്ചോട് കൂടിയിട്ട് പൊട്ടലാണ്. കുരു പൊട്ടി ചെലമൊളിച്ച് അത് കുഷ്ഠരോഗമായിട്ട് മാറിയിരിക്കുകയാണ്. നോക്കുക, കാലം ഒന്നിനും കണക്ക് പറയാതെ മുന്നോട്ട് പോയിട്ടില്ല പിള്ളകളെ. ഇപ്പം അതാണ് സംഭവിച്ചത്. കാലം കാത്തു വെച്ച ശിക്ഷയാണത്, അല്ലെങ്കിൽ കാലം കാത്തു വെച്ചൊരു സമ്മാനമാണത്. ഈ ചിത്രം കണ്ട സമയത്ത് ചിത്രമായിക്കോട്ടെ, അതൊരു കുരങ്ങൻ്റെ ചിത്രമല്ല, അതിനിപ്പോൾ നമുക്കെന്ത് പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവർ പറഞ്ഞു, അത് ആ ചിത്രം ഇന്നയാളുടെ തന്നെയാണ്, അയാളെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് എന്തുണ്ടായി, ഇവർ ഈ ചിത്രം അവരുടെ വാളിൽ മുഴുവൻ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യാനികൾ ഇരുന്ന് ചിരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞൊരവസ്ഥയിൽ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വിടുതലുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുത്തു വാങ്ങുകയല്ല ചെയ്യുന്നത്. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നൊരു പരിപാടിയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇവർ തൊട്ടതിനും പിടിച്ചതിനും ഇവരെ പ്രധാന ഒരു പരിപാടിയുണ്ട്, തെറി പറയാവുന്നൊരു പരിപാടി. ഈ തെറി പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ മണ്ടൻ തെറിക്കും ഒരു അലക്കി കഴിഞ്ഞാണല്ലോ, അപ്പോൾ ഇവരെ കരച്ചിൽ ആരംഭിക്കുന്ന അർത്ഥം. അതാണ് സംഭവിക്കുക. ഇതുപോലൊരു പോസ്റ്റ്, അതിൻ്റെ അടിയിൽ മുഴുവൻ ഇതിട്ടത് ബൈജു എന്ന് പറഞ്ഞ ഒരാളാണെന്ന് പറഞ്ഞാൽ അയാളുടെ അമ്മയ്ക്കും പെങ്ങൾക്കാണ് തെറിവിളി. അയാളുടെ ഭാര്യയ്ക്കെതിരെയാണ് തെറിവിളി. അയാൾക്കെതിരല്ല കേട്ടോ, അയാളുടെ അമ്മയ്ക്കും പെങ്ങൾക്കെതിരെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മുറിയണ്ടി പട്ടികൾ, ഈ മുറിയണ്ടി പേപ്പട്ടികൾ, ഈ മുറിയണ്ടി പരീക്ഷകൾ അവർ ഹിന്ദുക്കളെ, അവരെ ക്രിസ്ത്യാനികളെ ഒരു വലിയ കാലഘട്ടത്തോളം എത്രത്തോളം അവർ നിന്ദിച്ചിട്ടുണ്ട്, എന്തെല്ലാം വാക്കുകളെ കൊണ്ട് നിന്ദിച്ചിട്ടുണ്ട്, എത്ര ഫോട്ടോകൾ കാണിച്ച് അവർ നിന്ദിച്ചിട്ടുണ്ട്. അവരൊന്നും ആ കാലഘട്ടത്തിൽ ആരും മറുത്തു പറഞ്ഞിട്ടില്ല, അവർ പ്രതികരിച്ചിട്ടില്ല. ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെയുള്ള RSകാരെ അടക്കമുള്ള ആളുകൾ റംസാൻ ആഘോഷിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ വലിയ പെരുന്നാളിനെയോ ചെറിയ പെരുന്നാളിനെയോ അപഹസിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പരീക്ഷകൾ ഓണം വരുമ്പോൾ അവർക്ക് തൂറാമുട്ടി, ഓണം വന്ന് വരുമ്പോൾ അവർക്ക് ഛർദ്ദിക്കാൻ മുട്ടി, ഓക്കാനിക്കാൻ വരുന്നൊരവസ്ഥയാണത്. അത് ഇന്നലെ നാളെ ഹിന്ദുക്കളായിട്ട് അവസാനിപ്പിക്കുന്നത് വിചാരിച്ചപ്പോഴേ ഹിന്ദുക്കൾ തയ്യാറെടുക്കും മുമ്പ് തന്നെ പെൺകുട്ടികളായിട്ട് അവസാനിപ്പിച്ചു. അവൻ ഛർദ്ദിച്ചത് വാരിയിട്ട് അവൻ്റെ തന്നെ വായിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുറിയണ്ടി പരീക്ഷകളുടെ പെൺകുട്ടികൾ, മൊഞ്ചത്തികൾ, മനോഹരികൾ, അറിയാവുന്നവർ, അറിവുള്ളവർ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉത്രാടാണ്, നാളെ തിരുവോണത്തിനിവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ മഴ പെയ്ത് കുറച്ചുകൂടി നന്നായി, കുട്ടികൾ അങ്ങനെ പുറത്തേ ഇറങ്ങില്ല. അല്ലെങ്കിൽ ഇവിടെ ഇവർ ശരിക്കും പറഞ്ഞ മഹായുദ്ധം നടത്തിയാലവർ ഓണാഘോഷമായിട്ട്. ഏതായാലും കാലങ്ങളായിട്ട് നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ ചെയ്യുന്നത്. അതിന് പ്രതികരിക്കാറില്ല ഹിന്ദുക്കൾ. അതവർക്കൊരു ഇളതരമായി മാറി എന്നർത്ഥം. ഏതായാലും ഇവറ്റകൾ കരുതിയത് അത് ഹിന്ദുക്കളുടെ ഭീരുത്വം കൊണ്ടാണെന്നാണ്. കാലം കണക്ക് ചോദിക്കുന്ന ഹിന്ദുക്കൾക്കറിയാം. വെറുതെ അല്ല അവർ ഈശ്വരനെ വിളിക്കുന്നത്, അവർ ദൈവം അതിന് കണക്ക് വേറെ രൂപത്തിൽ കൊടുത്തോളൂ എന്നറിയാം. അതുകൊണ്ട് അവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനൊന്നും അവർ പോയിട്ടില്ല. ഹിന്ദുവും ക്രിസ്ത്യാനികളും പ്രതികരിക്കായിരുന്നു അവരുടെ ഭീരുത്വം കൊണ്ടല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. മറിച്ച് അവരുടെ മാന്യത അവർ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ അത്ര തരം താഴാൻ അവർക്ക് കഴിയില്ല. നീയൊക്കെ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ, ഇന്നലെ ഒരു പഴയ ഫോട്ടോ എനിക്ക് അയച്ചു, പഴയതോ പുതിയതോ അറിയില്ല, പഴയതെന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പത്തെയാണോ ഞാൻ പ്രതികരിച്ചുകൊണ്ട് അറിയില്ല, ലക്ഷ്മി കാനത്തിൻ്റെ 2800 അതിന് കണക്ക്. അതിങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഹിന്ദു പോലും പ്രതികരിച്ചിട്ടില്ല. എല്ലാം ഈ മുറിയണ്ടി പരീക്ഷകൾ, തെറിയോട് തെറി. ആ കുട്ടിക്ക് വല്ലതും സംഭവിച്ചു? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നൊരു തലമുടിനാര് വീണ് പോയ, അതിൻ്റെ മലയാളമല്ല തമിഴാണ് പറയേണ്ടത്, ആ വില പോലും ആ കുട്ടി കാണില്ല. ആ കുട്ടിയെ ചിരിച്ചുകൊണ്ട് വീണ്ടും ഫോട്ടോസ് ഇടുന്നുണ്ട്. അല്ല, അവർ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ
ഈ മുറിയണ്ടി പരീക്ഷകളുടെ അത്ര തരം താഴാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവർ ഈ കാര്യത്തിൽ പിന്മാറി നിൽക്കുന്നത്. ഏതായാലും നിനക്കൊക്കെ മാന്യത എന്ന് പറഞ്ഞാൽ അത് നീളത്തിലാണോ വണ്ണത്തിലാണോ പച്ചവെള്ളം പോലെ ഇരിക്കുമോ തീയിൻ്റെ ചൂടാണോ ഒന്നും അറിയില്ല. അവർക്ക് ആ കാര്യം അറിയില്ലല്ലോ. അത്രയൊക്കെ ഉള്ളൂ ഇവൻ്റെയൊക്കെയും മറ്റേ സംസ്കാരം. അത് പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനികളും പ്രതികരിച്ച് തുടങ്ങിയിരിക്കണു. അങ്ങനെ വന്ന സമയത്ത് ഇവന്മാർ മാർത്തടി നിലവിളിയായി. അങ്ങനെ വന്നപ്പോൾ ഒരു മാർത്തടി നിലവിളിയായി. ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിലിനി ഒടുക്കം പെട്ടെന്നുണ്ടാവില്ല. അത് അടക്കം വെച്ചതിന് ശേഷം ഉണ്ടാവുള്ളൂ. ഈ മുറിയണ്ടി പരീക്ഷകളെ കുഴി വെട്ടി കുഴിച്ചു മൂടിയതിന് ശേഷമാണ് ഈ ഹിന്ദുക്കൾ നിർത്തുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഇവന്മാരെക്കാൾ മിടുക്കന്മാർ ഹിന്ദുക്കളാണെന്ന് മനസ്സിലായില്ലേ? സമയവും കാലവും വരുമ്പോൾ അത് കൊതുകിനടിക്കുന്ന പോലെ എന്ന് പറയുന്നത് സംസ്കൃത ശ്ലോകമുണ്ട്. കൊതുകിനടിക്കുന്ന പോലെയാണ്. കൊതുകിനെ എന്ന് പറയുമ്പോൾ അവിടെ കയറി അടിക്കുമ്പോൾ കൊതു വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇവന് അവിടെ കയറി അടിക്കും. അപ്പോൾ ഇവന് വേറെ സ്ഥലത്തേക്കും. അപ്പോൾ അവിടെ കയറി അടിക്കും. ഇവന് ഭ്രാന്ത് പോലെ കൈകുട്ടികൾ പോലെ ഇങ്ങനെ അടിക്കും, അങ്ങനെ അടിക്കും ഭ്രാന്ത് പോലെ. പക്ഷേ ചിലർ അങ്ങനെയല്ല, കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കൊതു മൂളിപ്പറന്ന് കൃത്യമായിട്ട് കൊതുവിന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഒറ്റയടി കൊതുക് പണി തീരും. ഇതുപോലെയാണ് ഹിന്ദു ചെയ്തത്. തക്കം കാത്തിരിക്കുകയായിരുന്നു. അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1, 2, 3, 4. ശിശുപാലൻ ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട് കൃഷ്ണനെ. കാരണം ശിശുപാലൻ്റെ പെങ്ങളെ കൃഷ്ണൻ കടത്തിക്കൊണ്ടുവന്നാണല്ലോ രുക്മിണിയെ. ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട്. അന്ന് കൃഷ്ണൻ്റെ ശിശുപാലൻ്റെ പെങ്ങൾ തന്നെയല്ലേ. എനിക്കിപ്പം ഇതൊന്നും ഇപ്പോൾ പറയുന്നില്ലോ, ഞാൻ മറന്നുപോയി. ഏതാവട്ടെ, ശിശുപാലനെ അവഹേളിക്കാറുണ്ട്. ശിശുപാലൻ്റെ അമ്മ പറഞ്ഞു, കൃഷ്ണ അവനൊന്നും ചെയ്യരുത് കേട്ടോ, അവൻ ബുദ്ധിമോശം വന്നവനാണ്, അവന് വിവേകമില്ലാത്തവനാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞില്ല അമ്മേ, ഞാൻ ചെയ്യില്ല. പക്ഷേ 100 പ്രാവശ്യം ഞാൻ അനുവദിക്കും. 101ാമത്തെ പ്രാവശ്യം വായ തുറന്ന പിന്നെ കഴുത്തുണ്ടാവില്ല കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. പക്ഷേ ശിശുപാലൻ്റെ ബുദ്ധിയില്ലല്ലോ. അവൻ അവഹേളിച്ചുകൊണ്ടിരുന്നിരുന്നു. അവസാനം അവിടെ രാജസൂയം നടക്കുമ്പോഴോ മറ്റോ അവിടെ വെച്ച് അവഹേളിച്ചു 100ാമത്തെ തവണയും. ഇത്രയായപ്പോൾ ഭീമൻ അവിടെ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ നീ ഇത് കാണുന്നില്ലേ, ഞാൻ അവൻ്റെ തലയങ്ങോട്ട് തകർക്കട്ടെ എന്ന് വെച്ചപ്പോൾ, വേണ്ട ഭീമൻ ജ്യേഷ്ഠനാണ്, വേണ്ട ഭീമൻ ചേട്ടാ, ഐ ആം കൗണ്ടിങ്. അവൻ ഇനി വായ തുറന്നാൽ, പക്ഷേ ശിശുപാലൻ അവിവേകിയാണല്ലോ. അവൻ വീണ്ടും വായ തുറന്നു കഴിഞ്ഞു. അവിടെ അവസാനിപ്പിച്ചു. സുദർശനം, നല്ല ദർശനം കൊടുത്തവന് അവിടെ അവൻ്റെ പണി തീർന്നു. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നതും. സഹിക്കാവുന്നിടത്തോളം സഹിച്ചു. ഇപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനികളും നല്ല രീതിയിൽ പ്രതികരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒന്നേ മാർഗമുള്ളൂ, മാറത്തടിച്ചങ്ങോട്ട് നിലവിളിക്കുക. ഹിന്ദുവും ക്രിസ്ത്യാനിയും മാത്രമല്ല കേട്ടോ, യഥാർത്ഥ മുസ്ലിങ്ങൾ, ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്നവർ, ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹുവിനെ ഭാഗം ചേർന്നുകൊണ്ട് പാടില്ലാത്ത കാര്യമാണ്. ഇവിടെയുള്ള കുറേ തലയെക്കെട്ടുകാരുണ്ട്. അവർ ഡ്യൂപ്ലിക്കേറ്റ് അള്ളാഹു ആവാൻ ശ്രമിക്കുന്നു. ചിലർ അള്ളാഹുവിൻ്റെ ബാപ്പയാവാൻ ശ്രമിക്കുന്നു. അവരെല്ലാവരും അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളാണ്. അതിൽ തന്നെ മുസ്ലിം പെൺകുട്ടികളാണ്. അത് വളരെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. കേരളം നന്നാവട്ടെ. കേരളത്തിലെ ബഹുവിധ തുരുത്തുകളൊക്കെ ഇല്ലാതായിട്ട് മാറട്ടെ. ആരെ കാണുമ്പോഴും ഒന്ന് ചിരിക്കാനുള്ള ശേഷി വീണ്ടും തിരിച്ചു വരട്ടെ. നമസ്കാരം.